വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാസപ്പടി കേസിൽ CMRL തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. ED അധികാരപരിധിക്ക് അപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്നാണ് CMRLന്റെ വാദം. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇതിപ്പോ EDയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ്. CMRL തിരിച്ചടിയുമാണ്, സംശയമില്ല. അന്വേഷണം തുടരാം എന്നതാണ്. എന്തൊക്കെയാണെന്ന് കോടതിയിൽ നടന്നത്? CMRLന്റെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും CMRL നൽകിയിരിക്കുന്ന ഹർജി കോടതി പരിഗണിക്കുകയാണ്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. അതിൽ ഇടക്കാല ഉത്തരവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. അതിൽ പൂർണ്ണമായി വാദം കേട്ട് ഇന്ന് തന്നെ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഉത്തരവിന്, അതായത് ഈ ഹർജിക്ക് സ്റ്റേ ഇല്ല എന്ന വാക്കാൽ കോടതി പരാമർശിക്കുകയുണ്ടായി. EDക്ക് നിരപരാധിയെങ്കിൽ EDയുടെ അന്വേഷണം നേരിടേണ്ടതല്ലേ വേണ്ടത്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്തിയാൽ CMRLന് ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ കോടതിയിൽ ഇതിന്റെ വാദം പുരോഗമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ നിരപരാധിത്വം വ്യക്തമാക്കാൻ EDക്ക് മുന്നിൽ CMRLന് രേഖകൾ നൽകാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, EDയുടെ താല്പര്യത്തിന് വഴങ്ങാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് CMRL പ്രധാനമായിട്ടും കോടതിയെ അറിയിച്ചത്. ED നിർബന്ധപൂർണ്ണമായും ഇത്തരത്തിൽ പരിശോധിക്കണമെന്നുള്ള നിർബന്ധം മുന്നോട്ട് വെക്കുമ്പോൾ EDക്ക് അതിനുള്ള നിയമസാധുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആണ് കോടതിയിൽ CMRL എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും EDയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു എഫ്ഐആറോ അതിൽ CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസോ അതിലൊരു FIR ഇല്ലാതെ EDക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ECIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അത് CBIയോ പോലീസോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി EDക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള നിയമസാധ്യതകൾ പരിശോധിക്കണമെന്നാണ് കോടതിയിൽ CMRL വ്യക്തമാക്കിയിരിക്കുന്നത്. ED ഇത്തരത്തിലൊരു പരാതിയില്ലാതെ, ഇത്തരത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പരാതിയില്ലാതെ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ED മുന്നോട്ട് പോവുകയാണ്. ED തന്നെ, അത് SFIO എന്ന് പറയുന്നത് തന്നെ ഒരു കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകേണ്ടുന്ന ഏജൻസിയാണ്. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ അഴിമതിയും ഇത്തരത്തിലുള്ള ഇടപെടലുകളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ SFIOയുടെ നിയോഗം. അതാണ് ആ SFIO ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. SFIOയുടെ ടേമിൽ പറഞ്ഞാൽ പ്രോസിക്യൂഷൻ റിപ്പോർട്ടാണ്, പ്രോസിക്യൂഷൻ കംപ്ലൈൻ്റ് ആണ്. പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ CMRL മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് EDയെ സംബന്ധിച്ചിട്ട് EDക്ക് ഇതിൽ പ്രത്യേകിച്ചും ഇടപെടാനുള്ള അധികാരമില്ല. ഈ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി മാത്രമുള്ള അധികാരം പരിധിയുള്ള SFIOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇടപെടൽ നടത്തുന്നത് എന്നാണ്. EDയുടെ എല്ലാ നടപടികളെയും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്, CMRL ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, EDയുടെ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന് പറയാനാകില്ല. EDയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന നിസ്സഹകരണം എന്ന് അതിനെ പരിഗണിക്കാനാകില്ല എന്നുമാണ് കോടതിയിൽ CMRL വാദിച്ചത്. സുപ്രീം കോടതി അഭിഭാഷകനാണ്, മുതിർന്ന അഭിഭാഷകനാണ് CMRLന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതുപോലെ EDക്ക് വേണ്ടി അഡീഷണൽ പ്രോസിക്യൂഷൻ ജനറലാണ് ഹാജരായിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ED മുന്നോട്ട് വയ്ക്കുന്നതും അതുപോലെ CMRL മുന്നോട്ട് വയ്ക്കുന്നതുമായ വാദങ്ങൾ ഇത് തുടരുകയാണ്. ED അതിൽ QMLA നിയമപ്രകാരം ഏത് തരത്തിലാണ് ഇതിനെ, അതായത് CMRLന്റെ രേഖകൾ പരിശോധിക്കാനും അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുമുള്ള നീക്കം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED മുദ്രവെച്ച കവറിൽ അതിൻ്റെ അതായത് കഴിഞ്ഞ ദിവസം നടത്തുള്ള റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ, റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഈ വാദവുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് കാര്യം. കോടതി തീരുമാനം വന്നതോടെ ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് EDക്ക് വേണമെങ്കിൽ കടക്കാം. ED തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ കോടതിയിൽ കേസുണ്ട്, അത് EDക്ക് തടസ്സമായിരുന്നു നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ. ആ പ്രശ്നം ഏതാണ്ട് ഒരു പരിധിവരെ തീർന്നു എന്ന് കാണാം. പക്ഷെ അപ്പോഴും പൂർണ്ണമായ വാദങ്ങൾക്ക് ശേഷമായിരിക്കണം കോടതിയുടെ അന്തിമ ഉത്തരവ് വരിക. അതുവരെ വെയിറ്റ് ചെയ്യുമോ, അതോ വളരെ പെട്ടെന്ന് തന്നെ സമൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED പോകുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്.
അങ്ങനെ ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ വരാത്ത സാഹചര്യത്തിൽ നിലവിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അത് കോടതി മുഖവിലക്കെടുത്തില്ല. ED അന്വേഷണം റദ്ദാക്കണം, സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്ന കാര്യം കോടതിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചെങ്കിലും അത് മുഖവിലക്കെടുക്കാതെയാണ് EDക്ക് അന്വേഷണവുമായി തുടരാമെന്ന നിർണായകമായ നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമുണർത്തുന്ന കാര്യം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ ED സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ പരിശോധന നടത്താൻ എത്തുന്നു. ഏതാണ്ട് 8 മണിക്കൂർ പരിശോധന നടത്തുന്നു. ആ പരിശോധനയും ചോദ്യം ചെയ്യലുമൊക്കെ അല്ലെങ്കിൽ മൊഴിയെടുക്കലുമൊക്കെ തുടരുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ CPMന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ കൂട്ടമായി അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും 8 മണിക്കൂറിന് ശേഷം ED സംഘം പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തി അത് തല്ലി തകർക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീണ്ടത്, ആ പരിശോധന നടന്നത് പിണറായി വിജയന്റെ വസതിയിലാണ് എന്ന ഒറ്റ കാരണത്താലാണ്. പക്ഷേ ഇതിനൊക്കെ ശേഷം കൗതുകകരമായ ഒരു കാര്യമുണ്ടായി. പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എന്നോട് അവർ ഒന്നും ചോദിച്ചിട്ടില്ല, മകളോട് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ടു, താൻ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതായത് തന്നെ നേരിട്ട് അതുമായി ബന്ധിപ്പിക്കാനുള്ള ഒന്നും EDയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തന്നെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെട്ടിലായത് പ്രതിഷേധിച്ചവരാണ്. പിന്നെ എന്തിനാണ് പ്രതിഷേധിച്ചത്? കാരണം വീണ വിജയൻ പാർട്ടിയുടെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്നയാളല്ല, പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളയാളല്ല, മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, അല്ലെങ്കിൽ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വീണ വിജയന് പ്രതിരോധം തീർക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്ന ചോദ്യം പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ അതിന് പിന്നാലെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായൊരു നിരീക്ഷണം വരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ED കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ചോദ്യം ചെയ്യാനായി ഇനി കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനാണ് സാധ്യത. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ബാങ്ക് ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു, ഈ 1.72 കോടി രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് സേവനങ്ങൾ, എക്സാലോജിക് IT സേവനങ്ങൾ നൽകിയതിനുള്ള പ്രതിഫലമായിട്ടാണ് എന്ന വാദം, അത് ഇനി എത്ര കണ്ട് പ്രതിരോധം തീർക്കുന്ന തരയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ആ വാദമുഖങ്ങൾ കൊണ്ട്? അങ്ങനെയെങ്കിൽ ആ സേവനങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ സേവനം നൽകി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പണം എത്താനിടയായ സാഹചര്യം? അതിൻ്റെ സോഴ്സ് എന്താണ്? ഇതിന് പിന്നിലെ ഒരു ധാരണ എന്തായിരുന്നു? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീണ വ്യക്തത വരുത്തേണ്ടി വരും. ഒരുപക്ഷെ CMRLനും എക്സാലോജിക്കിനും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറാൻ പോകുന്നത് ഈ ചോദ്യങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ബാങ്കിൻ്റെ തന്നെ ലോക്കറിൽ വീണ വിജയൻ സൂക്ഷിച്ചിരിക്കുന്ന സാമ്പത്തിക രേഖകൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടി ED ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വീണയുടെ ഈ 2018നും 2021നും ഇടയിൽ നടന്ന മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം എത്തും. ഏതായാലും EDയുടെ ഇനിയുള്ള നടപടി എന്താണ് എന്നുള്ളത് വീണയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.